ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. ദേവശയനി ഏകാദശി. ഇന്ന് ദേവശയനി ഏകാദശിയെക്കുറിച്ച് കേൾക്കാം. സർവാഭീഷ്ടസിദ്ധിയുള്ള ഏകാദശികളിൽ ഏറ്റവും പുണ്യമായ ഏകാദശിയാണ് ദേവശയനി ഏകാദശി. ഭഗവാൻ ക്ഷീരസാഗരത്തിൽ ശയനം ആരംഭിക്കുന്ന ദിവസമാണ് ദേവശയനി ഏകാദശി. തുടർന്നുള്ള 4 മാസം ഭഗവാൻ യോഗനിദ്രയിലായിരിക്കും. ഈ കാലയളവിനെ ചാതുർമാസം എന്നും പറയുന്നു. ആഷാഢമാസം മുതൽ കാർത്തിക മാസം വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലയളവിൽ ധ്യാനം, നാമജപം, ഭഗവത്ഗീത, ഭാഗവതം, രാമായണം എന്നീ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നത് വളരെയേറെ പുണ്യദായകമാണ്. ഈ കാലയളവിൽ ഭഗവാനെ സ്തുതിച്ച് പുരുഷ സൂക്തം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുകൂടാതെ ചാതുർമാസ വ്രതം ആചരിക്കുന്നവർക്ക് പുത്രസൗഖ്യം, കുടുംബസൗഖ്യം കൂടാതെ വൈകുണ്ഠപ്രാപ്തിയും ലഭിക്കുന്നു. ഈ ഏകാദശിയുടെ ഐതിഹ്യകഥ ബ്രഹ്മാവ് നാരദരോട് പറഞ്ഞു കൊടുക്കുന്നു. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോടും പറയുന്നുണ്ട്. സത്യയുഗത്തിൽ മാംധാത എന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ രാജ്യത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു. എന്നാൽ അവിടെ 3 വർഷം മഴ പെയ്യാതിരിക്കുകയും കഠിനമായ വരൾച്ച ഉണ്ടാവുകയും ചെയ്തു. ജനങ്ങളുടെ ദുഃഖം കണ്ട് സഹിക്കാനാവാതെ ഇതിനൊരു പരിഹാരം അന്വേഷിച്ചു കണ്ടെത്താൻ വേണ്ടി രാജാവ് കാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവിടെ അദ്ദേഹം ബ്രഹ്മാവിൻ്റെ മകനായ അംഗീര മഹർഷിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുകയും ചെയ്തു. തൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് പരിഹാരത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു. അതിനു മറുപടിയായി ചില ദോഷങ്ങളുണ്ടെന്നും അത് മാറാനായി ചില പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു. അതിനായി പരിഹാര ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അനുഷ്ഠിക്കാനും മഹർഷി ഉപദേശിച്ചു. തിരിച്ചെത്തിയ അദ്ദേഹം വിധിയാപ്രകാരം ഏകാദശി അനുഷ്ഠിക്കുകയും അതിൻ്റെ ഫലമായി ആ നാടിൻ്റെ ദോഷങ്ങളെല്ലാം മാറി മഴ പെയ്യുകയും ചെയ്തു. സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എന്നിവ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഈ ഏകാദശിയുടെ സവിശേഷത ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ദേവശയനി, ഹരിശയനി തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന ഈ ഏകാദശി നോൽക്കുന്നതിലൂടെ ഒരുവൻ്റെ ഏതൊരു അഭീഷ്ടസിദ്ധിയും പൂർത്തീകരിക്കാവുന്നതാണ്. മറ്റ് ഏകാദശികളിൽ നിന്നും എല്ലാം തന്നെ നാം ആചരിക്കുന്നത് പോലെ തന്നെ ദശമി ദിനത്തിൽ ഒരിക്കൽ ഊണ് നോക്കുകയും സാമാന്യ വ്രതനിഷ്ഠകളെല്ലാം തന്നെ പാലിക്കുകയും ചെയ്യുക. ഏകാദശി നാളിൽ ഉപവാസമാണ് ഉത്തമമെങ്കിലും നമ്മുടെ എല്ലാം ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് പാലോ, ഇളനീര്, പഴവർഗ്ഗങ്ങൾ അങ്ങനെ എല്ലാം സേവിച്ചും നമുക്ക് നോമ്പ് നോൽക്കാം. തുളസി തീർത്ഥം മാത്രം സേവിക്കാം. അങ്ങനെ ഏകാദശി എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. ഏകാദശി ദിവസം കഴിയുന്നത്ര ഭഗവത് നാമങ്ങൾ ഉരുവിടണം. അന്നേ ദിവസം തുളസി കൂടാതെ താമരപ്പൂ കൊണ്ട് പൂജിക്കുന്നത് വളരെ നല്ലതാണ്. പിറ്റേന്ന് ദ്വാദശി നാളിൽ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സ്വീകരിച്ച് പാരണ വീടാവുന്നതാണ്. ആരാണോ ഈ 4 മാസം വ്രതം ആചരിക്കുന്നത് അവർക്ക് വിവരണാതീതമായ പുണ്യം കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെയും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന പുണ്യമായ വ്രതമാണ് ഏകാദശി. അതും ഒരു തപസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ചാതുർമാസക്കാലത്ത്, അതായത് ആഷാഢ ശുക്ല ശയന ഏകാദശിക്കും കാർത്തിക മാസത്തിൽ ഭഗവാൻ ഉറക്കം ഉണരുന്ന ഉദ്ധാന ഏകാദശിക്കും ഇടയിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശികൾ എല്ലാം തന്നെ
ഗൃഹസ്ഥരെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠമാണ്. ഗൃഹസ്ഥർക്ക് സർവ്വസുഖങ്ങളും മഹത്തരമായ വളരെ ശ്രേഷ്ഠമായ ഏകാദശികളാണ് ഇനി വരാൻ പോകുന്നത്. ഏകാദശികളെല്ലാം തന്നെ ഈ വരുന്ന 4 മാസക്കാലം ആർക്കാണോ ഭഗവാനെ പൂജിക്കാൻ സാധിക്കുന്നത്, ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുന്നത്, അവരെല്ലാം ഭഗവാൻ സദാ പ്രിയപ്പെട്ടവരായിരിക്കും. 4 മാസം കാലം ഒരിക്കലും ഭഗവാന് വിളക്ക് വയ്ക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക, നാമം ജപിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ചില ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുക. ആദ്യത്തെ മാസം ഇലക്കറികളെ, 2ാമത്തെ മാസം തൈര്, 3ാമത്തെ മാസം പാല്, കാർത്തിക മാസത്തിൽ പരിപ്പ്, ഇങ്ങനെ ഓരോ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനത്തെ ഓരോ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇഹലോക പരലോക പരമഗതി ലഭിക്കും. ഏകാദശി വ്രതം ഒന്ന് മാത്രം മതി, സകല ദോഷപരിഹാരങ്ങൾക്കും നമ്മളെ മുക്തരാക്കും. നമ്മൾക്ക് എല്ലാ ഐശ്വര്യവും തന്ന് ഭഗവാൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.